ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ച് കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. 2 കൊരിന്ത്യർ 10 4 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ജഡപ്രകാരം അല്ലെങ്കിൽ ശാരീരികമായി മസിൽ പവറിനാൽ യുദ്ധം ചെയ്യുന്നവനല്ല ആത്മീയൻ. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ മറുവശം നോക്കാം. ഏതിലായിരിക്കണം നമ്മളെ സാത്താൻ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ചെറിയ രാജ്യങ്ങളും വലിയ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഒത്തിരി എയർക്രാഫ്റ്റും മിസൈലും ഉള്ള രാജ്യങ്ങൾ, വൻശക്തികൾ വിമാനത്തിൽ വന്ന് ബോംബിടും. അപ്പോൾ ഇവരെല്ലാം പോയി മലമടക്കിലും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒളിച്ചിരിക്കും. അവസാനം ഗ്രൗണ്ടിലെ യുദ്ധം വരും. ആ സമയത്ത് അവർ അഡ്വാൻറ്റേജ് എടുക്കും. എത്ര ബോംബിട്ടിട്ട് ഇവർ തോക്കുന്നില്ല. പിന്നീട് അവർ കരയുദ്ധത്തിന് വരുമ്പോൾ മറ്റുള്ളവർ അഡ്വാൻറ്റേജ് എടുക്കും. ഓരോരുത്തർക്ക് ഏത് മേഖലയിലാണോ മുൻതൂക്കമുള്ളത് അവിടെ അഡ്വാൻറ്റേജ് എടുക്കും. സാത്താൻ അഡ്വാൻറ്റേജ് എടുക്കുന്നത് നമ്മളെ ജഡത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. മസിൽ പവറിനാൽ ജയിക്കാൻ നമ്മളെ അവൻ വശീകരിക്കും. എപ്പോഴാണ് വശീകരിക്കപ്പെടുന്നത്? നമ്മളെക്കാൾ ബലം കുറഞ്ഞവനെയും ജ്ഞാനം കുറഞ്ഞവനെയും സമ്പത്ത് കുറഞ്ഞവനെയും അധികാരം കുറഞ്ഞവനെയും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അതിനായി വശീകരിക്കപ്പെടും. എന്നാൽ ഗവൺമെൻറ്റിനോട് ഇടപെടുമ്പോഴോ, ശക്തിയുള്ള രാജ്യങ്ങളോടോ, അധികാരങ്ങളോടോ, ഗുണ്ടാത്തലവന്മാരോടോ, വഷളന്മാരായ മനുഷ്യരോട് ഇടപെടുമ്പോഴോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവ് പറയുന്ന അപ്പം മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥിക്കണം. യുദ്ധം നമുക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതാണ്. ജഡപ്രകാരം നമ്മൾ പോരാടിയാൽ ജയിച്ചാൽ ഓർത്തണം, യഥാർത്ഥം നമ്മൾ തോറ്റു. മനുഷ്യരുടെ മുമ്പിൽ ജയിക്കായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ തോറ്റു. ആത്മീയ വർധന ബ്ലോക്കാകുകയാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഒരു രാജാവ് വേറൊരു രാജാവിനോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ 20,000 വരുന്നവൻ്റെ നേരെ 10,000 പോകാൻ ശേഷിയുണ്ടോ എന്ന് ആദ്യം ആലോചിക്കും. ഇല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കും. സാത്താനോട് ഒരിക്കലും നമുക്ക് ജഡത്തിൽ ജയിക്കാൻ പറ്റില്ല. സാത്താനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ടോ? ഇല്ല. സാത്താനാൽ പിടിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളോട് യുദ്ധം ചെയ്യുന്നത്. അവർ ചീത്ത പറയുകയാണ്, നമ്മളും പറയണമെന്ന് വിചാരിച്ചോ? 1-2 വാക്കുകളൊക്കെ നമുക്കും പറയാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ കടക്കും. നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. ഇനി അടിയിടുകയാണെങ്കിൽ തന്നെ 1-2 അടി കഴിച്ചാൽ നമുക്ക് നിർത്തും. അവർ വർഷം നിർത്തുകയല്ല. അവർ അടിയും കഴിഞ്ഞ് വടിയും കഴിഞ്ഞ് കത്തിയിലേക്കും തോക്കിലേക്കും കടക്കും. നമ്മളെന്ത് ചെയ്യും? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആദ്യം അങ്ങ് നിർത്തിക്കോ, പ്രാർത്ഥനപ്പായിട്ടോ, മുട്ടിന്മേൽ നിന്നോ, ബൈബിൾ തുറന്നോ, ദൈവാലോചന ചോദിക്കുക, പ്രാർത്ഥിക്കുക, വിഷയത്തിന് പരിഹാരം കാണുക. ഓഫീസുകളിൽ ഇതുണ്ട്. ഈഗോയിസം വർക്കൗട്ടാവുന്നു. ഒരാൾക്ക് വേറെ ആളെ കണ്ടുകൂടാ. കീഴടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. സമാധാനമായിട്ട് സഹകരിച്ച് ജോലി ചെയ്താൽ ഓഫീസ് അന്തരീക്ഷം മനോഹരമായിരിക്കും. ആർക്കും പ്രഷറും കൂടുകയില്ല, ഷുഗറും കൂടുകയില്ല. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. മാസാമാസം ശമ്പളവും മേടിച്ച് സുഖമായിട്ട് കഴിയാം. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. അവർ മത്സരിക്കും. എനിക്ക് കീഴടങ്ങണം, അല്ലെങ്കിൽ ഞാൻ കീഴടക്കും. അധികാരത്തിൻ്റെ ആ ലഹരി ആൾക്കാരെ ഭ്രമിപ്പിക്കുന്നു, മതം കൊള്ളിക്കുന്നു. അവിടേക്ക് എന്താ ചെയ്യുക? പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. കാരണം നിങ്ങളോട് പോരാടുന്നത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവനല്ല. അവൻ്റെ പിന്നിലൊരു ദുരാത്മാവുണ്ട്. അത് ഈ ലോകത്തിൻ്റെ മനുഷ്യർക്ക് പോഷത്വമാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ തിരഞ്ഞെടുത്തത്. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മമണ്ഡലം കാണുന്നത്. കാണുന്ന ലോകത്തിന്, ദൃശ്യമായ ലോകത്തിന് കാണാത്തൊരു കാര്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ ലോകമുണ്ടായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വാസികൾ വിശ്വസിക്കുന്നു. അത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ മനുഷ്യന്, പ്രാകൃത മനുഷ്യന് അത് ഭോഷത്വമാണ്. ഭൂതം പിടിച്ച കേസെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശാസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിടുതൽ നേടുന്നു. മറ്റവനോ അത് ഭോഷത്വമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ഡോക്ടറിലേക്ക് പോകുന്നു. അവൻ്റെ സമയവും പാഴാകുന്നു, അവൻ്റെ ദ്രവ്യവും പാഴാകുന്നു. അവൻ്റെ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാകുന്നു. അടുത്തത് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്താണ്? അത് ആത്മീയമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്?
ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. ഇറാനും അമേരിക്കയായിട്ടുള്ള യുദ്ധം തുടങ്ങിയത് എവിടെയാണ്? അത് നെതന്യാഹുവിൻ്റെ മനസ്സിലും ട്രംപിൻ്റെ മനസ്സിലുമാണ്. അവർക്ക് കീഴടങ്ങേണ്ട യുദ്ധം ചെയ്യാമെന്നുള്ള കാര്യം തീരുമാനമായത് ഇറാനിലെ ഭരണാധിപന്മാരുടെ മനസ്സിലാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വഴക്ക് തുടങ്ങുന്നത് മനസ്സിലാണ്. ആദ്യം ഓഫീസിൽ നിങ്ങൾ സഹപ്രവർത്തകർ തമ്മിലുള്ള വഴക്കും വക്കാണവും തുടങ്ങുന്നത് മനസ്സിലാണ്. കണ്ടോ, സങ്കല്പങ്ങളും വിചാരങ്ങളും. അതിനെ പ്രാർത്ഥനാമുറിയിൽ ഒരാത്മീയന് പ്രാർത്ഥനക്കാരന് വെട്ടിയിടാം, പ്രാർത്ഥനയാൽ തളയ്ക്കാം, ഇടിച്ച് കെട്ടാം, ഇടിച്ച് കളയാം. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക്, വചനത്തിന്, ആത്മാവിൽ പറയുന്ന അന്യഭാഷയ്ക്ക്. ഏത് വിചാരത്തെയും ക്രിസ്തുവിനായുള്ള അനുസരണത്തിനായി പിടിച്ചടക്കാം. അപ്പോൾ ഭരണാധിപന്മാർ നോക്കിക്കേ, എന്തുകൊണ്ടാണ് ദൈവജനത്തിന് വിരോധമായി ഭരണാധികാരികൾ എഴുന്നേറ്റിട്ടും ദൈവം ഇടപെടാത്തത്? കാരണം ജഡപ്രകാരം പോരാടുന്നു വിശ്വാസികൾ, രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കുന്നു, കോംപ്രമൈസിന് പോകുന്നതുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്. മറിച്ച് എല്ലാവരും ഒന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് വിചാരത്തെയും ക്രിസ്തുവിനായുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കും. കാരണം ഭൂമിയിലെ സകല മാനുഷാധികാരങ്ങളും ദൈവത്താൽ നിയമിതമാണ്. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല. മനുഷ്യരുടെ രാജ്യത്തിന്മേൽ ദൈവം വാഴുന്നെന്നും മനുഷ്യരിൽ അധമന്മാരായവരെ അവിടെ ഇരുത്തിയിരിക്കുന്നു. അധമന്മാരെ ഇരുത്തിയിരിക്കുന്നത് അവരധമമായത് പ്രവർത്തിച്ചാലോ ദുഷ്ടത പ്രവർത്തിച്ചാലോ അതിശയിക്കാനില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ സ്വർഗം തീരുമാനിക്കും. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനക്കാരന് തീരുമാനിക്കാം, സഭയ്ക്ക് തീരുമാനിക്കാം. അപ്പോൾ സമാധാനമില്ലാത്ത വിഷയങ്ങൾ കുടുംബജീവിതമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, ആത്മീയമാകട്ടെ, ജഡപ്രകാരം പോരാടരുത്. സപ്പോസ് ഒന്ന് വീണുപോയി, ജഡത്തിൽ പോരാടി, എന്തെങ്കിലും പറഞ്ഞുപോയി, പ്രവർത്തിച്ചു പോയി, ഭാരപ്പെടണ്ട. മടങ്ങി വരിക, പ്രാർത്ഥനപ്പായിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തിലേക്ക് മടങ്ങി വരിക, കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരിക. കർത്താവ് വീണ്ടും ചാൻസ് തരാൻ തയ്യാറാണ്. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, അവൻ്റെ പക്കൽ കൃപയും ധാരാളം വീണ്ടെടുക്കുമുണ്ട്. എത്ര പ്രാവശ്യം വീണുപോയാലും വീണ്ടെടുക്കും ദൈവം. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ പ്രാർത്ഥനയാൽ നേരിടാൻ പരിശീലിക്കുക, പഠിക്കുക, ജയിക്കുക. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.